പെസഹ ത്രിദിനങ്ങളിൽ ആദ്യത്തേതാണ് പെസഹ വേഴം, അങ്ങേയറ്റം വിശുദ്ധമായൊരു ദിവസം. യേശു കുരിശുമരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം തന്റെ ശിഷ്യന്മാരുമൊത്ത് പങ്കിട്ട അത്താഴ വിരുന്നിൽ അപ്പവും വീഞ്ഞും വാഴ്ത്തി അത് തന്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ് അവർക്ക് നൽകിയതിലൂടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടു. വിനയത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമായി യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പാദക്ഷാളന ശുശ്രൂഷ നടത്തപ്പെടുന്നു. ക്രൈസ്തവ ഭവനങ്ങളിൽ പെസഹ അപ്പം തയ്യാറാക്കി കുടുംബമായി പ്രാർത്ഥിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടത്തുന്നു. പെസഹയ്ക്ക് ബലിയർപ്പിക്കേണ്ട ആടിനു പകരം പെസഹ കുഞ്ഞാടായി മാറിയ യേശു മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി സ്വയം അർപ്പിച്ചു എന്നതാണ് പെസഹ ആചരണവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വീക്ഷണം. തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈശോ കാലുകഴുകുന്നത്. തന്നെ ഒറ്റിക്കൊടുക്കുകയും മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ യൂദാസിന്റെ കാലുകൾ കഴുകുവാൻ വേണ്ടി ഈശോ ഇറങ്ങിച്ചെല്ലുന്നു. എന്തിന് ഈശോ ഈ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ചോദിച്ചാൽ, താൻ ചെയ്യാൻ പോകുന്ന രക്ഷാകരമായ പ്രവൃത്തിയിൽ ആരും പുറത്തു നിൽക്കുന്നില്ല എന്നതിനെ നമുക്ക് കാണിച്ചു തരുവാനാണ്. നല്ലവരെ മാത്രം രക്ഷിക്കുന്നതിനു വേണ്ടിയല്ല, നല്ലവരോട് മാത്രം സൗഹൃദം ഉണ്ടാക്കുന്നതിനും വേണ്ടിയല്ല, മറിച്ച് തന്നെ വേദനിപ്പിച്ചവരെ പോലും, തന്നെ വേണ്ട എന്ന് വിചാരിക്കുന്നവരെ പോലും രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്. ഈ ദൈവസ്നേഹ ചൈതന്യത്തെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും എന്നും എപ്പോഴും നിലനിർത്തുന്നതിനു വേണ്ടി ഈ പുണ്യദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.